റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അസ്തമിക്കുന്ന സൂര്യനെ ചൂണ്ടിക്കൊണ്ട് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂദറെ, ഈ സൂര്യൻ ഇങ്ങനെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിനക്കറിയുമോ? അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു റസൂലുഹു അലം, അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവർ എന്ന് അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ആ സൂര്യൻ പോകുന്നത് അള്ളാഹുവിൻ്റെ അർശിലേക്കാണ്. അള്ളാഹുവിൻ്റെ അർശിൽ ചെന്ന് അത് അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെ അത് സുജൂദ് ചെയ്യുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്കറിയാം, എല്ലാ ജീവികളും ജീവനില്ലാത്തതുമൊക്കെ അള്ളാഹുവിനെ വഴങ്ങുന്നുണ്ടെന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് നാം ഇതുമായി കൂട്ടി വായിക്കുമ്പോൾ, അതായത് നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. മനുഷ്യന്റെ തൗബ സ്വീകരിക്കാനുള്ള അവസാന സമയവും അതാണ്. ഈ സൂര്യൻ അള്ളാഹുവിനോട് ചോദിക്കും, അതിനോട് ഉദിക്കാൻ വേണ്ടി പറയും, അത് കിഴക്കിൽ നിന്ന് ഉദിക്കാൻ വേണ്ടി പറയും. സൂര്യൻ സാധാരണ ഉദിക്കുന്ന കിഴക്കിൽ നിന്ന് ഉദിക്കും. ഒരിക്കൽ അള്ളാഹു തആല എന്നോട് കൊടുക്കുന്ന നിർദ്ദേശം നീ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക എന്നുള്ളതാണ്. അതാണ് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തെ നല്ല രീതിയിൽ ചിട്ടപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.